നമുക്ക് ജോസഫായുടെ വാക്കുകളിലേക്ക്. കാവ്യസന്ധ്യയുടെ ഹൃദയകാന്തികളെ സഹോദരി സഹോദരന്മാരെ, വികസനന്റെ വേർപാടിന്റെ സമയത്ത് എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച മാതിരി 2007 ഫെബ്രുവരി 10 ഞാൻ ആദ്യമായി കാൽഗരിയിൽ പരിചയപ്പെടുന്ന ആദ്യത്തെ മലയാളി എന്ന നിലയിൽ ജനിച്ചു. അന്ന് മുതൽ വേർപാടിൻ്റെ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചു. മുറിയിൽ വന്നതിന് ശേഷം കാൽഗരിയിലെ സംസ്കാരം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ അതിനെല്ലാം അദ്ദേഹം ഞാൻ വളരെയധികം പ്രോത്സാഹനം തന്നിട്ടുണ്ട്. കാൽഗരിയിലെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹവും കുടുംബവും വലിയമ്മയും കാവ്യസന്ധ്യ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം അന്നു മുതൽ കഴിഞ്ഞ കാവ്യസന്ധ്യ വരെ അദ്ദേഹവും കുടുംബവും പങ്കെടുത്തു. ിലെ എല്ലാ സാംസ്കാരിക സംഘടനകൾക്കും പ്രത്യേകിച്ച് കാവ്യസന്ധ്യ പോലെയുള്ള സാംസ്കാരിക തീരാംശം തന്നെയാണ്. അത് ഉടനെ ഒന്നും നിലക്കാൻ പറ്റുകയും നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിപ്പോൾ ജോലി സംബന്ധമാണ് വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രവും ഗാന്ധിയിലേക്കാറുള്ളൂ. അങ്ങനെ ഓപ്പറേഷൻ ഞാൻ പോരുന്നതിൻ്റെ തലേ ദിവസമാണ് രാജീവിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ്. അതൊരു സന്ധ്യാസമയമായിരുന്നു. ഞാൻ അന്നേരം തന്നെ ഞാനും എൻ്റെ മകളും കൂടി അവിടെ അനുവാദം കിട്ടുമെന്ന് അവിടെ സംസാരിച്ചു. അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ മകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ച് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരോട് സംവേദിക്കാൻ വർഗീകരിക്കാനുള്ളതിൻ്റെ അത്രയുള്ള കഴിവ് ഞാൻ ഈ കാൽഗരിയിൽ ആർക്കും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് സമൂഹത്തിന് തന്നെയാണ്. എങ്കിലും നമ്മൾ ജീവിതത്തിൽ മരിക്കാം എന്നുള്ളൊരു സത്യം. ഒരിക്കൽ കൂടി വർഗീസിന്റെ വേർപാടിൽ പക്കരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നു വർഗീസിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മർത്തത്തെ നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് സച്ചിദാനന്ദൻ്റെ കവിത നമ്മെ അവതരിപ്പിക്കാനായി വിനീസിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക്. വർഗീസേട്ടൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇവിടെ ചൊല്ലാൻ പറ്റിയത് അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു കവിത ഇവിടെ ചൊല്ലണമെന്ന് ആഗ്രഹിച്ചു. രാജീവേട്ടൻ അങ്ങനൊരു നിർദ്ദേശം തന്നു. അത് ഇവിടെ ചൊല്ലാനും അവസരം തന്ന രാജീവേട്ടൻ്റെ ടീമിന് ആദ്യം നന്ദി.
ഇത് മലയാളത്തിൻ്റെ ഒരു വലിയ കവി സച്ചിദാനന്ദൻ്റെ കവിതയാണ്. ഇത് ഞാൻ കേട്ടത് നമ്മുടെ മലയാളത്തിൻ്റെ നല്ലൊരു പാട്ടുകാരൻ ഷഹബാസ് അമൻ പാടി കേട്ടതാണ്. ഈ കവിത നമ്മളിൽ ഒരുപാട് ഫീലിങ്സ് കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരു കവിതയാണ്. ഈ പ്രാണൻ എത്ര ചെറുതാണെന്നും പിന്നെ ചെറുതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതിനും അപ്പുറം ഒരു നിലാവുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നൊരു കവിത. അപ്പോൾ അത് ചൊല്ലേണ്ടവർ ചൊല്ലിക്കേട്ടാൽ വളരെ ഫീലുള്ളൊരു കവിതയാണ്. ചൊല്ലി നോക്കാം എങ്ങനെയുണ്ട് എന്നറിയില്ല. എൻ്റെ കവിത അങ്ങനെ ചൊല്ലിയിട്ടില്ല. അപ്പോൾ ഒരു ശ്രമം മാത്രം. താങ്ക് യു. മകര കുളിർ മഞ്ഞിലുലയുന്നൊരു തിർമുല്ല മലരേ, നിനക്കറിയാമോ എവിടേക്ക് നുരകുത്തിയൊഴുകുന്ന മുകിലിൻ്റെ നിഴൽ വീണു നീലിച്ച പുഴകൾ, എവിടേക്ക് ചിറകു നീർത്തുന്നതി തീവാലൻ കുരുവികൾ, ചായുന്ന മഴകൾ. മകര കുളിർ മഞ്ഞിലുലയുന്നൊരു തിർമുല്ല മലരേ, നിനക്കറിയാമോ ചെറിയൊരീ പ്രാണനും കയ്യിൽ വച്ചോടുന്നു കനലിൽ ചവിട്ടി നാം മർത്യർ. ചെറിയൊരീ പ്രാണനും കയ്യിൽ വച്ചോടുന്നു കനലിൽ ചവിട്ടി നാം മർത്യർ. ഒരു കൊടുങ്കാറ്റുപോൽ സ്നേഹിച്ചും മോഹിച്ചും ചുടുക്കിനാവിൻ മണൽക്കാറ്റിൽ, ഒരു കൊടുങ്കാറ്റുപോൽ സ്നേഹിച്ചും മോഹിച്ചും ചുടുക്കിനാവിൻ മണൽക്കാറ്റിൽ, ഒരു കാതും കേൾക്കാതെ ഒരു നിലവിളി നമ്മൾ പിളരുന്ന നൗകയിൽ നിന്നും, ധ്രുവതാരകത്തിനും വഴി കാട്ടാനാകാത്ത കടലിൻ്റെ രാത്രിയിൽ നിന്നും, ധ്രുവതാരകത്തിനും വഴി കാട്ടാനാകാത്ത കടലിൻ്റെ രാത്രിയിൽ നിന്നും, എവിടെ ഈ യാത്ര തന്നറ്റം, എവിടെ ഈ യാത്ര തന്നറ്റം, മരണമോ മരണമോ മറുപുറം വേറെ നിലാവോ, മറുപുറം വേറെ നിലാവോ. മകര കുളിർ മഞ്ഞിലുലയുന്നൊരു തിർമുല്ല മലരേ, നിനക്കറിയാമോ എവിടേക്ക് നുരകുത്തിയൊഴുകുന്നു മുകിലിൻ്റെ നിഴൽ വീണു നീലിച്ച പുഴകൾ, എവിടേക്ക് ചിറകു നീട്ടുന്നതി തീവാലൻ കുരുവികൾ, ചായുന്ന മഴകൾ.
ചായുന്ന മഴകൾ ചായുന്ന മഴകൾ. താങ്ക് യു വെരി മച്ച്. അടുത്തത് അതുപോലെ തന്നെ ഒരു കവിതയാണ്. നമ്മുടെ പ്രിയങ്കരിയായ അഫി മോള് ചൊല്ലുന്നത് കന്നഡ, മുരുകൻ കാട്ടക്കട കന്നഡയാണ്. കന്നഡയിൽ കൂടെ മനുഷ്യ മനസ്സിൻ്റെ വിഭാഗത്തിലേക്ക് തുടിച്ചു നോക്കുകയും മനുഷ്യൻ്റെ ഭാവങ്ങൾ വരച്ചു കാട്ടുകയും ചെയ്യുന്ന കവിത ചൊല്ലാനായി ഫീസ് മോളെ സ്നേഹപൂർവ്വം കാവ്യസ്ഥിതിക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് റിയാസുജാദ് അലി എന്നാണ്. എല്ലാവരും എന്നെ അഫി എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ഞാനിന്ന് ചൊല്ലാൻ പോകുന്ന മുരുകൻ കാട്ടാക്കടേൻ്റെ കന്നഡ എന്ന് പറഞ്ഞൊരു കവിതയാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വില്ലിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലിവഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴുവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലിവഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടികേറുമ്പോൾ, പിറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടികേറുമ്പോൾ, പിറകിലെ മാവിൽ കയറുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ ചൂണനുറുമ്പിനെ തേടൽ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ ചൂണനുറുമ്പിനെ തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം,
കണ്ണടകൾ വേണം. പിഞ്ചുമണിക്കുത്തമ്പതു പേർ ചേർന്ന് 20 വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമണിക്കുത്തമ്പതു പേർ ചേർന്ന് 20 വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽനുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടിയൊരായിരം ആളെ കാണാം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടിയൊരായിരം ആളെ കാണാം. കൊടിപാറും ചെറുകാറിൽ ഒരൽപരിവാരങ്ങളുമായി പായ്വതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കുത്തിപ്പായാൻ മോഹിക്കും പുഴ വറ്റി വരണ്ടു കിടപ്പതു കാണാം. പുഴ വറ്റി വരണ്ടു കിടപ്പതു കാണാം. വിലയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ചു കല്ലെറി കുരിശേറ്റം. വേറൊരാൾ ഒരിക്കൽ കണ്ണട വെച്ചു ചെകിടടി വെടിയുണ്ട. ഒരാൾ ഒരിക്കൽ കണ്ണട വെച്ചു കല്ലെറി കുരിശേറ്റം. വേറൊരാൾ ഒരിക്കൽ കണ്ണട വെച്ചു ചെകിടടി വെടിയുണ്ട. കൊത്തിയുടയ്ക്കുക തിമിര കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം. കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ. ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. കണ്ണടകൾ വേണം. അത് നമ്മുടെ മനുഷ്യേട്ടൻ ഈ സമയത്ത് എന്തെങ്കിലും 2 വാക്ക് മനുഷ്യേട്ടൻ സംസാരിച്ചില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനായി മനുഷ്യേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോഴും ഞാൻ മറ്റൊരുത്തായി രാത്രി ഓടിയെത്തി കണ്ടു. എനിക്ക് എൻ്റെ ഗുരുവായിട്ടോ എൻ്റെ ഒരു അഡ്വൈസറായിട്ടോ പുള്ളിയുടെ ഷോപ്പിലേക്കും തപ്പിയിട്ടുണ്ട്. ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ ടാപ്പിഷൻ്റെ വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം, ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് കൊടുക്കണം. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സമയമാണ്. അങ്ങനെയൊക്കെ ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
ചീട്ട് കളിക്കാൻ, പുസ്തകങ്ങളെ പറ്റി സംസാരിക്കാൻ, രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കാൻ. പിന്നെ ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യർ കണ്ടുവിടണം. മനുഷ്യനായിരുന്നു എന്നോട് പറയാം, എടാ നമ്മുടെയൊക്കെ ശരീരത്തിലോട് ചുവന്ന രക്തം, ഞാൻ വെച്ചാൽ നിന്റെ രക്തം എനിക്ക് തരൂ എന്നാ ഞാനെടുത്തു. അങ്ങനെ എന്നെ ഇപ്പോൾ നക്കി നാരായണ വിളിക്കാൻ ലോകത്തിൽ മനുഷ്യരുണ്ട്. ഇതേപോലെ വേറെ ആളുണ്ടായിരുന്നു മാറ്റിപ്പിടിച്ചാൽ. പുസ്തകങ്ങളെ പറ്റിയും സാഹിത്യത്തെ പറ്റിയും കലയെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ വരുവിൻ നീന്തല്ല സമയം പ്രഭാവാക്കാൻ നിന്ന് യേശു വിളിച്ചത്. എൻ്റെ ചേട്ടാ, നിങ്ങളില്ലല്ലോ, നിങ്ങളില്ലാത്ത ഈ കാലത്തിന് യേശുവില്ല. ഞങ്ങൾക്ക് വിരളിൽ കിട്ടാവുന്ന നല്ല ബുദ്ധുകളിൽ ഒരാളായിരുന്നു വർഗീസേട്ടൻ. ഒരു കൊച്ചുകുട്ടിയുടെ അടുത്തും ഒരു മുതിർന്നവരുടെ അടുത്തും എന്തൊക്കെ തമാശ പറയാമോ, എങ്ങനെയൊക്കെ ചെയ്യാമോ ഇടപെടിയിൽ സംസാരിക്കുന്നതിനാണ്. എനിക്ക് നല്ലൊരു വഴികാട്ടിയായി. ഇനി ഞാനിവിടെ കണ്ടിട്ടുള്ളത് ജീവിതം എൻജോയ് ചെയ്ത മനുഷ്യൻ, യാത്ര പോകുന്നതിന് മുമ്പ് വരെയും എൻജോയ് ചെയ്ത മനുഷ്യൻ, കാശ് നോക്കാതെ വാരിക്കോട് ചെലവഴിക്കുകയും യാത്ര പോവുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനായി. എല്ലാത്തിലും വന്നവർക്കും എല്ലാവർക്കും ഈ മനുഷ്യനെ കാണാനും ആഗ്രഹിക്കാനും വന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ ഭരണത്തിന് എൻ്റെ റബീസമ്മയുടെ മനസ്സിലുണ്ടാവും. ഇതെൻ്റെ വാക്ക്. അടുത്തത് നമ്മുടെ രാജീവിൻ്റെ മോള് കുട്ടി കുറച്ച് ഓർമ്മകൾ പങ്കിടാനായിട്ട് ക്ഷണിക്കുന്നത്. കാരണം കുട്ടികൾക്കും എല്ലാവർക്കും അതാണ്, എല്ലാവർക്കും ഒരുപോലുള്ളവരാണ്. അതുകൊണ്ട് സ്വീകരണമാക്കണം. ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മലയാളം വളരെ മോശമാണ്. ഞാൻ എഴുതിയിട്ടൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ ശ്രമിക്കണം. അപ്പോൾ എനിക്ക് വെറും 18 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് വർഗീസ് അങ്കിളിനെ കുറേ കാലത്തിന് അറിഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റി കിട്ടി ഈ വർഗീസ് അങ്കിളിൻ്റെ ഒപ്പം വർത്താനം പറയാൻ. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആകെ ആ ഫ്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. കുട്ടിക്കാലം മുതൽ എന്നോട് നല്ല നൈസായിട്ടായിരുന്നു വർത്താനം പറഞ്ഞതെന്ന്. ഈ കാവ്യസന്ധ്യയൊക്കെ തുടങ്ങിയപ്പോൾ എന്താണ്, ഞാൻ 5 വയസ്സൊക്കെ ആയിരുന്നു എന്തോ ഒരു കവിത ചൊല്ലിയിട്ട് വീട്ടിലെല്ലാവരും കാണും. എന്നിട്ട് വർഗീസ് അങ്കിൾ അവിടെ കാണും. എന്നിട്ട് എന്നോട് നേട്ടവും നല്ലതായിട്ട് ചൊല്ലിയെന്ന്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ വർഗീസ് അങ്കിളിൻ്റെ ഒപ്പം. പക്ഷെ അതൊക്കെ അന്നാണ്. ഒരു റീസെൻറ്റ് മെമ്മറി ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ ഞാനും അമ്മയും അച്ഛനും മുത്തശ്ശിമേട്ടനും ഒക്കെ വർഗീസ് അങ്കിളുടെ വീട്ടിലേക്ക് പോയി ഒന്ന് വിസിറ്റ് ചെയ്യാൻ. എന്നിട്ട് വർഗീസ് അങ്കിൾ എന്നോട് ഇത് ഈ എന്താണ് സമ്മറിലാണോ, ജൂലൈ മാസമൊക്കെ ആണോ. അപ്പോൾ വർഗീസ് അങ്കിൾ എന്നോട് ചോദിച്ചു എന്താണ് സമ്മറിൻ്റെ പരിപാടി. അപ്പോൾ എനിക്ക് ഒരു ട്യൂട്ടറിങ് ജോലി കിട്ടി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ ട്യൂട്ടർ ചെയ്യാണ് ഈ സമ്മർ. അപ്പോൾ വർഗീസ് അങ്കിൾ പറയാണ്, ആ എന്നാൽ എനിക്കും ട്യൂട്ടറിങ് ആവാം. എന്നിട്ട് തമാശയായിട്ടാണ് പറഞ്ഞത്. ഞാനും അമ്മയും ചിരിച്ചു. എന്നിട്ടാണ് വർഗീസ് അങ്കിൾ പറയണത്, അല്ല ഞാൻ ശരിക്കും കാര്യമായിട്ട് പറയാണ്, ഈ യങ്ങർ ജനറേഷൻ കൊണ്ട് കുറേ പഠിക്കാം നമുക്കൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കോൺവെർസേഷൻ ഒറ്റയ്ക്ക് എന്താണ്, ആ കോൺവെർസേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനത്തെ ഒരാളാണ് വർഗീസ് അങ്കിൾ. ഒരു കൈൻഡ് ആളായിരുന്നു, ഹംബിൾ നോബിൾ ആളായിരുന്നു. പിന്നെ നമ്മളെല്ലാവർക്കും വർഗീസ് അങ്കിളിനെ മിസ് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നന്ദി പറയാനായി സിന്ധ്യയുടെ ഷാദിനെ എഴുതി വെച്ചു.
വർഗീസിയേട്ടൻ അഥവാ വർഗീസ് അങ്കിൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. 7:30 മണിക്ക് നമ്മൾ ഈ വേദി ഒഴിഞ്ഞുകൊടുക്കേണ്ടതായിരുന്നു. 7:45 മറ്റു പരിപാടിക്കായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നു. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെ ഓരോ തളിരിനും കായ് വരും, പൂ വരും, കായ് വരും എന്ന് കവിവചനം പോലെ വർഷങ്ങൾ എത്ര കടന്നു പോയാലും വർഗീസിനെ പോലെയുള്ള ആൾക്കാരുടെ അവരുടെ പ്രവർത്തികളുടെ മഹാത്മ്യം കൊണ്ട് നമ്മളെന്നും നമ്മുടെ ഓർമ്മയിൽ അവരെ പ്രദർശിച്ചിരിക്കും. ഇവിടെ സംസാരിച്ചവരെ പലരെയും പോലെ വ്യക്തിപരമായ വർഗീസിനുമുണ്ട് ഏകദേശം ഒരു 30 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഇപ്പോഴും ഊർജം പകരുന്നൊരു സാമീപ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അടുത്ത് ചേർത്ത് പിടിച്ചവരുടെ പ്രശ്നങ്ങളെല്ലാം സ്വന്തം പ്രശ്നം പോലെ കണ്ട് ഇടപെട്ട് അവരെ പിന്തുണച്ചിരുന്നൊരു അനുഭവം എനിക്കും വ്യക്തിപരമായിട്ടുണ്ട്. സമയക്കുറവുള്ള അതിലേക്കും കിടക്കുന്നില്ല. ഔപചാരികമായ വ്യക്തിബന്ധങ്ങളിൽ വിശ്വസിക്കാതിരുന്ന അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ഔപചാരികമായ നന്ദി വാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും ഏറെ സ്നേഹത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിലി ചേച്ചിക്കും സുജ വന്നുപോയി എല്ലാവർക്കും കാവ്യസന്ധ്യയുടെ പേരിൽ നന്ദി പറയുന്നു. ഇവിടെ സംസാരിച്ച ഇവരെയും നമുക്കൊക്കെ അടുത്തറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രത്യേകം നന്ദി പറയുന്നില്ല. കവിത ചൊല്ലിയ കാവ്യസന്ധ്യ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തോടെ നന്ദി. സ്നാക്സ് സപ്ലൈ ചെയ്ത ദിവ്യ, കാപ്പി ചായ സഹായം ചെയ്ത അനിത, വോളണ്ടിയർ ചെയ്ത സുഹൃത്തുക്കൾ, ഏവർക്കും കാവ്യസന്ധ്യയുടെ പേരിൽ നന്ദി. നമ്മുടെ MC-യും കാവ്യസന്ധ്യയുടെ തന്നെ സ്വന്തം അംഗവുമായ ബിനോയ് ജോസഫ്, ഡിജിറ്റൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്ത ബിനോയുടെ സ്വന്തം മകൻ ദേവാശിഷ് എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു. A special thanks to the whole team at the Living Faith Chapel, who always go above and beyond their ways to take care of the requirements of conducting Kavisandhi events here smoothly. And also thank you, Timmy, for your tireless effort with the audio-video support, as always. സർവോപരി ഇത്രയും നേരം ആദരവോടുകൂടി കേട്ടിരുന്ന നല്ലവരായ എല്ലാ കാൽക്കരി സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. കൂടാതെ ഈ സന്ധ്യ സാധ്യമാക്കാൻ മുൻകൈ എടുക്കുകയും പിന്നണിയിൽ നിന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ രാജീവിനോടും വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.